സാമൂഹ്യ സാംസ്കാരിക കലാകായിക രംഗത്ത് ഏറെക്കാലമായി പ്രവർത്തിക്കുന്ന വളാഞ്ചേരി സരിഗ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ 17-ാം തീയതി സരിഗ സമന്വയം എന്ന പേരിൽ ഒരുക്കുന്ന സാംസ്കാരിക സായാഹ്നത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4 മണി മുതൽ കൊട്ടാരം ചീനിമരച്ചുവട്ടിൽ സാംസ്കാരിക സമ്മേളനം നടക്കും. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഒരു കാലത്ത് വളാഞ്ചേരി പട്ടണത്തിന്റെ കലാ സാംസ്കാരിക സാമൂഹ്യ മേഖലയിൽ തിളങ്ങി നിന്നിരുന്ന ഒരു സാംസ്കാരിക പ്രവർത്തന മേഖലയായിരുന്നു സരിഗ കലാവേദിയുടെ പ്രവർത്തനങ്ങൾ. പിന്നീട് അത് കുറച്ചു കാലം സരിഗയുടെ പ്രവർത്തകര് വിദേശ രാജ്യങ്ങളിലൊക്കെ കുടിയേറി പാർത്തപ്പോൾ സരിഗയുടെ പ്രവർത്തനങ്ങൾ ഒന്ന് നിശ്ചലമായി പോയി എന്ന് പറയാം. എന്നാലും അംഗങ്ങൾ ചെറുതായിട്ടുള്ള രീതിയിലൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും ഒരു സാംസ്കാരിക മേഖലയിൽ വളാഞ്ചേരിയിൽ അങ്ങോട്ട് മുന്നിട്ടിറങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വാസ്തവം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ 2024 അവസാനം കാലഘട്ടത്തിൽ സരിഗ വീണ്ടും ഉണർത്തെഴുന്നേൽക്കാൻ തുടങ്ങി. കൂടുതൽ പദ്ധതികളും പരിപാടികളുമായിട്ട് വളാഞ്ചേരി പട്ടണത്തിൽ എന്നല്ല പരിസര പ്രദേശങ്ങളിലും കലാ സാംസ്കാരിക മേഖലയിൽ ഒന്ന് തിളങ്ങി നിൽക്കാനും അതിൻ്റെ നവോത്ഥാന മേഖലയിലും പുതിയ നവീന രീതിയിലുള്ള മാർഗങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും സജീവമാകാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ മുന്നോടിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ സരിഗ നടത്തിയിരുന്നു. കലാ സാംസ്കാരിക പ്രവർത്തകൻ KPS പയ്യനടം മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് ലഹരിക്കെതിരെ കുട്ടികളുടെ ചിത്രരചന നടക്കും. സരിഗ ഒരുക്കുന്ന ഗാനമേള, വിവിധ കലാപരിപാടികൾ, നാടൻപാട്ട്, നൃത്തങ്ങൾ തുടങ്ങിയവ അരങ്ങേറും. രാത്രി കളിക്കളത്തിന്റെ രാഷ്ട്രീയം പറയുന്ന ടർഫ്, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ, ഈ പൂച്ചയുടെ ഒരു കാര്യം എന്നീ നാടകങ്ങൾ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ സരിഗ പ്രസിഡന്റ് P മുഹമ്മദ് കുട്ടി, സെക്രട്ടറി KT സുബൈർ, ഭാരവാഹികളായ CP ജമാൽ, മോഹൻദാസ് മഠത്തിൽ, ശിവദാസൻ എന്നിവർ പങ്കെടുത്തു.